ഇതാണോ ഡോക്ടറെ സുഖപ്രസവം എന്ന്? ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിങ്ങോട്ട് കിടക്കുമ്പോ ഓരോരുത്തർ വന്നിട്ട് ചോദ്യമുണ്ട്, ചിന്നുവിന് സുഖപ്രസവം ആയിരുന്നില്ലേ? ഞാൻ പറഞ്ഞ പ്രസവമായിരുന്നു, വലിയ സുഖമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ദിയാകൃഷ്ണയുടെ ഡെലിവറി 2 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്നതാണ് എപ്പോഴും ദിയാകൃഷ്ണയുടെ ഒരു ഡെലിവറി. അത് ശരിക്കും ഒരു നല്ല ഭാഗ്യമുള്ള ഒറ്റ കേട്ടോ. കാരണം അതിന്റെ ആ ഒരു ഡെലിവറി ടൈമിൽ എന്റെ ഹസ്ബൻഡ് ആയാലും അമ്മയായാലും മറ്റുള്ളവരെല്ലാം ആ ലേബർ റൂമിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. ഞാൻ എന്റെ ഡെലിവറി ടൈമിനെ കുറിച്ച് ആലോചിക്കാം കേട്ടോ. ആദ്യത്തെ ഡെലിവറി, എന്റെ മോന്റെ ഡെലിവറി ഒരു 1.5 ഡെലിവറി ആയിരുന്നത്. ഞാൻ ഡെലിവറി എന്റെ ഇവിടെ ഒരു അടുത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ അന്ന് ഇപ്പൊ എന്ന് വെച്ചാൽ ഓരോ ബെഡിന് എനിക്ക് തോന്നുന്നു കർട്ടൻ സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് സ്പേസ് ഒന്നുമില്ല, ഇങ്ങനെ നിരത്തി ബെഡ് ഇട്ടിരിക്കും. ആ നിരത്തി ബെഡ് ഇട്ടിരിക്കുന്നതിനകത്ത് ഇങ്ങനെ സ്റ്റീൽ ടൈപ്പ് ബെഡ്, അതിനകത്ത് ഇങ്ങനെ കയറി കിടക്കുക, ചെന്ന ഉടനെ കയറി അങ്ങോട്ട് കിടക്കുക. ഗവൺമെന്റ് ഹോസ്പിറ്റലാകുമ്പോൾ അത്രയും ഫെസിലിറ്റീസ് ഉള്ളൂ. ഇപ്പൊ 14 വർഷം മുമ്പുള്ള കാര്യം കേട്ടോ. കിടത്തിയിട്ട് അവര് പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരയുമ്പോൾ നമ്മളോട് പറയുന്ന ചില വാക്കുകൾ അൺസഹിക്കബിൾ ആണ് കേട്ടോ. പക്ഷെ എനിക്ക് ഒരു സിസ്റ്റർ നല്ലൊരു സിസ്റ്റർ ആയിരുന്നു കേട്ടോ. ആ സിസ്റ്റർ വന്നിട്ട് ഇങ്ങനെ തലയിങ്ങനെ തടവേം പ്രാർത്ഥിക്കും മോളെ, ദൈവത്തിനെ വിളി മോളെ എന്നൊക്കെ പറയും. പക്ഷെ ബാക്കി ഒരെണ്ണം, സത്യം പറയാം, ഒരെണ്ണം പോലും നമ്മളടുത്തൊരു സ്നേഹത്തോടൊരു വർത്തമാനം പറയാവട്ടെ, അല്ലെങ്കിൽ ഒരു കരുണയില്ലാത്ത സിസ്റ്റർമാരായിരുന്നു, തുറന്ന് പറയുന്നത്. കാരണം എനിക്ക് അത്ര അനുഭവം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാനാണ് ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ അത്രയും കൂടുതൽ ബഹളം വെച്ചിട്ടുള്ള ഒരു വ്യക്തി. എന്റെ ഹസ്ബൻഡ് പറയുന്ന കേൾക്കാം, എന്റെ ഹസ്ബൻഡ് വണ്ടി പാർക്ക് ചെയ്യാൻ ചെല്ലുന്നിടത്ത് വരെ എന്റെ ബഹളം കിടന്നു. ഞാൻ അമ്മാതിരി നിലവിളിയായിരുന്നു. അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ വീഡിയോ ഒക്കെ പറയാം, ഭയങ്കരമായിട്ട് ഞാൻ കിടന്ന് നിലവിളിച്ച്. ഫസ്റ്റ് ഡെലിവറി നമുക്ക് അതിനകത്ത് ഉള്ളിൽ കയറുമ്പോൾ ഇവരുടെ ഒരു ബിഹേവിയർ ഇതെല്ലാം കൂടെ നമ്മൾ മാനസികമായിട്ട് അങ്ങ് തകർത്തും. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ ഈ പിടിച്ചിട്ട് ഈ പുഷ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ ഈ പുഷ് ചെയ്യുന്ന സമയത്ത് ഈ ബെഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡുകളാണ്. ആ ബെഡ് നല്ല സ്റ്റീലിന്റെ. നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ നിരങ്ങി പോത്തതേ ഉള്ളൂ. നമ്മൾ ഒരു വിധത്തിൽ അതിനകത്ത് ഉറച്ചു നിൽക്കത്തില്ല. അങ്ങോട്ട് നിരങ്ങി ഇങ്ങോട്ട് നിരങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഈ സിസ്റ്റർമാരുടെ വർത്തമാനമാണ് കേട്ടോ. എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ ആദ്യത്തത്. ഈ സിസ്റ്റർമാരുടെയൊക്കെ വർത്തമാനമുണ്ട്. ആ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഒരു മയത്തിൽ നമ്മളോട് സംസാരിക്കുക, എടുക്കുകയൊക്കെ വരുന്നതും തടവുന്നതും എടുക്കുന്നതും ഒക്കെ. ബാക്കിയുള്ള സിസ്റ്റർമാരൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്നോട് പോലും ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ കിടന്ന് കരഞ്ഞ അയ്യോ അമ്മയെ ബഹളം വെക്കുന്ന സമയത്ത് എന്നോട് വന്ന് ചോദിച്ചതാ, എന്തിനാ ഇപ്പൊ കിടന്ന് നിലവിളിക്കുന്നത്? ഈ പണിക്ക് പോയപ്പോ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന്. ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കേണ്ട ആ പണിക്ക് പോയപ്പോ ഇതൊന്നും അറിഞ്ഞില്ലേന്ന്. എന്ത് മനുഷ്യന്മാരല്ലേ അവർക്ക്. ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലുള്ള സംസാരം. പിന്നെ എന്റെ തൊട്ടടുത്താണെങ്കിൽ ഒരു ചേച്ചി, അന്ന് ആ ചേച്ചിയാണ് ഒത്തിരി ഏജിട്ടുള്ള, 3ാമത്തെ എന്തോ ഡെലിവറി ആയിരുന്നു. പെട്ടെന്ന് ഡെലിവറി പെയിൻ ആയിട്ട് വന്ന് പെട്ടെന്ന് ആ ചേച്ചി നോർമൽ ഡെലിവറി ഉള്ളവർക്ക് എല്ലാം അറിയാം, ഒത്തിരി പുഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഇനിമയൊന്നും കൊടുക്കാതാണ് പ്രസവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മോശം പോയാൽ ഭയങ്കര എന്തരമായിരിക്കും. ആ ചേച്ചി അന്ന് അവിടെ ഈ മോഷനൊക്കെ പോയി എന്തൊക്കെ ആയപ്പോഴത്തേക്ക് ഈ സിസ്റ്റർമാരൊക്കെ അവരെ കിടന്ന് പറയുന്ന പറച്ചിലെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി സംസാരം അവർ സംസാരിക്കുന്നത് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പൊ അന്ന് നമ്മളുടെ ആ ടൈമിലുള്ള ഡെലിവറി ഒക്കെ കിടക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പൊ എനിക്ക് ചിന്തിക്കുമ്പോൾ പേടിയായിരുന്നു സത്യം പറയാൻ. ഒരു കരുണയില്ലാത്ത. പിന്നെ അന്ന് ഡോക്ടർ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ച ഡോക്ടർ തന്നെ ഉണ്ടായിരുന്നു അവിടെ. ആ ഡോക്ടർ മാത്രം കുറച്ച്, ഡോക്ടറും വരത്തില്ല നമ്മളടുത്തോട്ടൊന്നും ഇവർ ആരും വരത്തില്ല. ഡോക്ടറൊക്കെ ദൂരെ ഇരുന്നിട്ട് ടൈം എടുക്കുമ്പോൾ അവർക്ക് അറിയാലോ, അവർ ആ സമയത്ത് വരും. ഞാൻ ഏതാണ്ട് ഒരു 7 മണിക്ക് കയറിയിട്ട് 9:30 വരെ അതിനകത്ത് കിടന്ന് യുദ്ധമായിരുന്നു. അവസാനം ഞാൻ ഈ കരച്ചിൽ എനിക്ക് സഹിക്കാൻ വയ്യ, തൊണ്ട വരെയൊക്കെ ഉണങ്ങിയിട്ട് ഞാൻ എന്റെ ദേഹത്തൊരു തോർത്തിട്ടിട്ടുണ്ടായിരുന്നു. ആ തോർത്ത് ഞാൻ വായിക്കാത്തോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടായിരുന്നു കരയുന്നത്. ആ വായിക്കാത്തോട്ട് തുണി വെച്ചിട്ട് ഇങ്ങനെ അമർന്ന സൗണ്ട് കേട്ടോണ്ട് എന്റെ മാമനൊക്കെ ലേബർ റൂമിൽ ഇടിച്ചകത്തോട്ട് കയറി വരാൻ വരത്തക്ക വിധത്തിൽ വന്നു. കാരണം എന്റെ വായിക്കാത്ത തുണി കുത്തി കയറ്റിയെന്ന് പറഞ്ഞു. ആ ഇടയ്ക്ക് അങ്ങോട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ലേബർ റൂമിൽ കരഞ്ഞോണ്ടിരുന്ന കുട്ടിയുടെ വായിൽ തുണി കയറ്റി വെച്ച് അവിടുത്തെ നേഴ്സ് എന്നും പറഞ്ഞു. അമ്മാതിരിയായിരുന്നു അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഡെലിവറിക്ക് പോകുന്നവർക്കൊക്കെ എന്ത് സുഖം, ഹസ്ബൻഡ് വയ്ക്കുന്നു, അമ്മ നിൽക്കുന്നു, ഫാമിലി മൊത്തം ഉണ്ട്. ഞാനൊക്കെ ആലോചിക്കുമായിരുന്നു എന്തായിരുന്നു നമ്മുടെയൊക്കെ ഒരു അവസ്ഥ. പ്രസവിക്കാൻ ചെന്ന് കിടന്ന അവരുടെ വായിരിക്കുന്ന മൊത്തവും കേൾക്കണം, പിന്നെ അവര് പറയുന്ന ഈ ചീത്ത വാക്കുകൾ കേൾക്കണം. ഒരു കരുണയില്ലാത്ത രീതിയിലാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ അന്നിങ്ങനെ പ്രസവിക്കാൻ കിടത്തുന്നത് തന്നെ. ഇവിടുന്ന് അങ്ങേയറ്റം വരെ ബെഡ് കാണും. ഈ ബെഡിന്റെ ഇടയ്ക്കൊന്നും ഒരു സ്പേസും ഇല്ല, ആൾക്കാർ നിൽക്കുന്ന സ്പേസ് അല്ലാതെ. എനിക്ക് തോന്നുന്നു ഞാൻ കിടന്ന ആ സ്പേസിൽ തന്നെ ഒരു 7-8 ബെഡുണ്ട്. ഈ 7 ബെഡിൽ ഈ ആൾക്കാർ കിടപ്പുണ്ട്. ചിലവർക്ക് പെയിൻ വന്നവരുണ്ട്, ചിലവർക്ക് പെയിൻ തുടങ്ങിയവരുണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ ഈ ലേബർ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച ഒരു ഭയാനകമായ കാഴ്ചയാണ്. ഈ ബ്ലീഡിങ്ങിലൊക്കെ ഈ സ്ത്രീകൾ ഇങ്ങനെ മുങ്ങി കിടക്കുന്നതും അത് കണ്ടുകൊണ്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ആദ്യത്തേക്ക് പ്രസവത്തിനൊക്കെ കയറി ചെല്ലുന്നവരുടെ സത്യം പറഞ്ഞാൽ ടെൻഷൻ കൊണ്ട് അറ്റാക്ക് വരെ വരാമെന്നുള്ളൊരു
ഭയപ്പാടില്ല നമ്മൾ കയറി ചെല്ലുന്നത്. അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഒക്കെ എനിക്ക് തോന്നുന്നു കർട്ടൺ സ്പേസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇടയ്ക്കൊക്കെ. പക്ഷെ അന്ന് ഇതൊന്നുമില്ല. ഇവരെയൊക്കെ ഇങ്ങനെ നമ്മളെ ഇട്ടങ്ങ് മാനസികമായിട്ട് തന്നെ അങ്ങ് തളർത്തി കളയും. പ്രസവിക്കാൻ വരുമ്പോ അവർക്കൊരു ഒരു മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ സമയത്തൊക്കെ പ്രസവിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് ഞാൻ പറയുമ്പോ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അത്രമാത്രം ഒരു പീഡനമായിരുന്നു അന്ന് ആ ലേബർ റൂമില്. വല്ലാത്തൊരു പ്രസവമായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പ്രസവിച്ചെല്ലാം കഴിഞ്ഞ് നോർമൽ ഡെലിവറി ആയിരുന്നു, എല്ലാം കഴിഞ്ഞ് കിടന്നപ്പം ഡോക്ടർ വന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്നോട്, ശ്രീജി എങ്ങനുണ്ടായിരുന്നു പ്രസവം? ഞാനപ്പോ ഡോക്ടറോട് ചോദിച്ചു, ഇതാണോ ഡോക്ടറെ സുഖപ്രസവമെന്ന്? ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിങ്ങോട്ട് കിടക്കുമ്പോ ഓരോരുത്തർ വന്നിട്ടൊരു ചോദ്യമുണ്ട്, ചിന്നുവിന് സുഖപ്രസവമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞ പ്രസവമായിരുന്നു, വലിയ സുഖമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്താ ഈ സുഖപ്രസവം? എനിക്കറിഞ്ഞൂടോ. ഞാൻ നല്ല സുഖമായിട്ടാന്ന് തോന്നുന്നു പ്രസവിച്ചെന്ന്. എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് പാടുപെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഈ 7 മണി തൊട്ട് 9 മണി വരെ ഞാൻ അങ്ങേറ്റം നിലവിളിച്ചു, അങ്ങേറ്റം വേദന അനുഭവിച്ചു. ഒരുപക്ഷെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൊണ്ടായിരിക്കാം അവർ ആ ഒരു ലേറ്റ്നെസ് വരുത്തുക, അല്ലാതെ അത്രയാണെങ്കിൽ അത്രയും ലേറ്റ് ആവത്തില്ല. എന്നാലും വല്ലാത്തൊരു സുഖപ്രസവമായിരുന്നു എന്റെ പ്രസവം. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു പ്രസവമായിരുന്നു.